നമസ്കാരം. കർഷകരോട് പോലീസിന്റെ അതിക്രമം. യുവ കർഷകൻ കൊല്ലപ്പെട്ടു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഗൗനീരിയിൽ കർഷകരും പോലീസും ഉണ്ടായ സംഘർഷത്തിൽ ഒരു യുവ കർഷകൻ കൊല്ലപ്പെട്ടു. ഹരിയാന പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ പഞ്ചാബ് സ്വദേശിയായ ശുഭ്കരൺ സിംഗ് ആണ് മരിച്ചത്. ശംഭു ഗൗനീരി അതിർത്തികളിലെ സംഘർഷത്തിൽ 160 കർഷകർക്ക് പരിക്കേറ്റെന്നാണ് വിവരം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലി ചലോ മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചു. സർക്കാരുമായുള്ള ചർച്ചകൾക്കായി പ്രക്ഷോഭം മരവിപ്പിച്ച കർഷകർ അനുരഞ്ജനം പരാജയപ്പെട്ടോടെ ഇന്നലെ വീണ്ടും മാർച്ച് പുനരാരംഭിക്കാൻ ശ്രമിച്ചു. പോലീസ് അത് നേരിടുകയായിരുന്നു. ശംഭു അതിർത്തിയിൽ കണ്ണീർ വാതകം പ്രയോഗിച്ചതോടെയാണ് സംഘർഷം തുടങ്ങിയത്. കല്ലും കുപ്പികളുമായിട്ട് കർഷകർ എതിർത്തോടെ സ്ഥിതി വഷളായി. കർഷകൻ കൊല്ലപ്പെട്ട വാർത്ത ഹരിയാന പോലീസ് നിഷേധിച്ചുവെങ്കിലും പാട്യാലയിലെ രാജ്യാന്തര ആസ്പത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് അത് സ്ഥിരീകരിച്ചു. പരിക്കേറ്റ 12 പേരെ ആസ്പത്രിയിൽ എത്തിച്ചതിൽ ഒരാൾ മരിച്ചതായി ഡോക്ടർ എച്ച് എ റാഗി പറഞ്ഞു. തലയ്ക്ക് പരിക്കേറ്റതാണ് മരണകാരണം. കണ്ണീർ വാതക ഷെല്ലുകൾ തലയിൽ പതിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം. സമരത്തിൽ പങ്കെടുത്ത 2 കർഷകർ നേരത്തെ ഹൃദയാഘാതം മൂലം മരിച്ചുവെങ്കിലും സംഘടനത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് ഇതാദ്യമാണ്. ഇതിനിടെ കേന്ദ്ര സർക്കാർ 5ാം വട്ടവും കർഷക സംഘടനകളുമായി ചർച്ചയ്ക്ക് നീക്കം നടത്തിയെങ്കിലും ഗൗനീരിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമേ തീരുമാനിക്കൂവെന്ന് കർഷക നേതാവ് ജഗ്ദീഷ് സിംഗ് ദല്ലാവാൾ പറഞ്ഞു. പോലീസ് അതിക്രമത്തിലാണ് ശുഭ്കരൺ സിംഗ് മരിച്ചതെങ്കിൽ ചർച്ചകൾ തുടരുന്നതുകൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില വർധന ഉൾപ്പെടെയുള്ള 12 ആവശ്യങ്ങളുമായിട്ടാണ് 13-ന് ദില്ലി ചലോ മാർച്ച് ആരംഭിച്ചത്. തടയാൻ ബാരിക്കേഡുകളും മുൾവേലികളും മറ്റും വൻ സന്നാഹമായിട്ടാണ് പോലീസ് തീർത്തത്.